ഹലോ വെൽക്കം ടു അലീസ് പ്ലാനറ്റ്. അല്ലിക്കുട്ടിക്ക് പൊങ്കൽ സെലിബ്രേഷൻ ഉണ്ട്. ഇപ്പോഴെന്താ പൊങ്കൽ സെലിബ്രേഷൻ അല്ലേ? ജനുവരിയിലുള്ളത് അവർ ഫെബ്രുവരിയിലോട്ട് മാറ്റി വെച്ചതാണ്. ജനുവരിയിൽ കുഞ്ഞുങ്ങൾക്ക് എക്സാം ആയതുകൊണ്ട്. അപ്പോൾ അല്ലി അതിന് വേണ്ടിയിട്ട് റെഡി ആകാൻ വേണ്ടിയിട്ട് പോയതാണ്. അല്ലിക്ക് മടിസാറൊക്കെ ഉടുക്കണം, മടിസാർ സാരിയൊക്കെ ഉടുക്കണം. അപ്പോൾ എനിക്ക് ഭയങ്കര ആകാംക്ഷയാണ് അല്ലിക്കുട്ടി മടിസാറൊക്കെ ഉടുക്കുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. അപ്പോൾ ഇതാണ് അല്ലിക്കുട്ടിയുടെ ഫൈനൽ ലുക്ക്. മടിസാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? മൂക്കൂത്തിയൊക്കെ ഉണ്ട്, അതൊക്കെ ഊരിപ്പോവെന്ന് അറിഞ്ഞുകൂടാ. സ്റ്റേജിലോട്ട് കയറുമ്പോൾ ഞാൻ വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, തിരിച്ച് വാങ്ങിച്ചു. ഇതാണ് സ്റ്റേജ് ഡെക്കറേഷൻ. ആദ്യം തന്നെ അല്ലി ഗസ്റ്റുകൾക്കൊക്കെ പൂക്കളൊക്കെ കൊടുക്കുന്നുണ്ട്, റോസാപ്പൂ കൊടുത്ത് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥനാ ഗാനമൊക്കെ ഉണ്ട്. കൊച്ചുകുട്ടികളുടെ 1ഉം 2ഉം ക്ലാസ്സിൻ്റെ മാത്രം സെലിബ്രേഷനാണിത്. ഇത് കുട്ടികൾക്ക് പിന്നെ ഈ സെലിബ്രേഷനും നമ്മൾക്ക് പൊങ്കൽ എന്നൊക്കെ കേട്ടിട്ടല്ലേ ഉള്ളൂ, അപ്പോൾ നമുക്ക് അറിഞ്ഞൂടല്ലോ എങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ കുട്ടികളെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ സ്കൂളിലെ എല്ലാ പരിപാടികളും സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. കുട്ടികളുടെ ഡാൻസ്, അങ്ങനെ കലാപരിപാടികളൊക്കെ കുറേ ഉണ്ടായിരുന്നു. ഇതാണ് അല്ലിക്കുട്ടി ആദ്യം തന്നെ പിന്നെ ഈ പൊങ്കൽ 4 ടൈപ്പ് പൊങ്കലുണ്ട്. അപ്പോൾ ഓരോ ടൈപ്പ് പൊങ്കൽ എന്താണ് ചെയ്യുന്നതെന്നാണ്. ആദ്യത്തെ ദിവസം പൊങ്കലിന് ഇതുപോലെ തൂത്ത് വൃത്തിയൊക്കെ ആക്കും. അതാണ് കൺസെപ്റ്റ്. അതാണ് അടിച്ച് പൊളിച്ച് തകർത്ത് തൂത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ് അല്ലിക്കുട്ടി. കുറച്ച് നേരത്തേനേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് കരകാട്ടം ഡാൻസ്, പിന്നെ കുറച്ച് ഡാൻസ് കലാപരിപാടികൾ അതൊക്കെ തന്നെയാണ്. കൊച്ചു കുട്ടികൾ ഇതൊക്കെ അവതരിപ്പിക്കുന്ന കാണാൻ എന്ത് ക്യൂട്ടല്ലേ. അല്ലിക്കുട്ടി അവിടെ ഇരിപ്പുണ്ട്. ഇത് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള നിപ്പാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും കാണാം. ഓക്കെ, ബൈ.